തിരുവനന്തപുരം ജില്ലയിൽ നഗരസഭയ്ക്ക് കീഴിൽ മാത്രമാണ് വന്ധ്യംകരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. 2023 കണക്കനുസരിച്ച് നഗരത്തിൽ മാത്രം 8600 നായകൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയത്. ഇതിൽ 45% മാത്രമാണ് വന്ധ്യംകരണം നടത്തിയവ. കൂടുതൽ സൗകര്യമുള്ള ആശുപത്രി നിർമ്മാണത്തിനായി നഗരസഭ 2.25 കോടി രൂപയുടെ പദ്ധതി ആരംഭിച്ചെങ്കിലും അത് പാതി വഴിയിലാണ്. റിനു ശ്രീധർ എത്തുന്നു നമുക്കൊപ്പം. റിനു ശ്രീധർ, ഒരു കൂട്ടം നായകൾക്കിടയിൽ നിന്നാണ് ടി വി പ്രസാദ് നേരത്തെ അവിടുത്തെ ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടിയത്. അതിൽ വന്ധ്യംകരിച്ച ഒരു നായയുടെ ദൃശ്യവും നമ്മുടെ മുന്നിലേക്ക് എത്തി. എന്നാൽ പൂർണ്ണമായും ഈ പദ്ധതി പ്രാവർത്തികമായിട്ടില്ല എന്നതാണോ നമ്മൾ പരിശോധിക്കുമ്പോൾ ബോധ്യമാകുന്നത്? റിനു, അങ്ങനെ തന്നെ പറയേണ്ടി വരും സുജയ. കാരണം 2023 കണക്കനുസരിച്ചാണ് 8600 നായ്ക്കൾ ഈ തിരുവനന്തപുരം നഗരത്തിൽ മാത്രമുണ്ട് എന്നുള്ള ഒരു കണക്ക് നഗരസഭ ഒരു NGO വെച്ച് കണക്കെടുത്തപ്പോൾ, സെൻസസ് എടുത്തപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നായ്ക്കളുടെ. പക്ഷേ ഇതിൽ 45% നായ്ക്കളെ മാത്രമാണ് വന്ധ്യകരണം ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് നഗരസഭയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് മാത്രമാണ് വന്ധ്യകരണം ചെയ്യുവാനുള്ള സംവിധാനമുള്ളത്, അതിനുള്ള മൃഗാശുപത്രി ഉള്ളത്. മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊന്നും തന്നെ ഇത് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാരണം. ഇതിന് കാരണമായി പറയുന്നത് എന്ന് പറയുന്നത് വന്ധ്യകരണ കേന്ദ്രത്തിന് അനുമതി നൽകണമെങ്കിൽ അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ അനുമതി വേണം, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം. 2001 ABC ആക്ട് പ്രകാരം അതിന് ചില മാനദണ്ഡങ്ങൾ, ആ മാനദണ്ഡങ്ങൾ പറഞ്ഞാൽ നമുക്ക് തന്നെ ചിരി വരും. കാരണം 2500-ലധികം സർജറി ചെയ്ത് പരിചയമുള്ള ഡോക്ടർമാരായിരിക്കണം വേണ്ടത്. ഒപ്പം AC സംവിധാനം, അതായത് ഒരു മനുഷ്യന് സർജറി ചെയ്യുന്നതിനേക്കാൾ 10 മടങ്ങ് സംവിധാനങ്ങളുള്ള ഒരു ആശുപത്രി ആയിരിക്കണം ഈ മൃഗങ്ങൾക്ക്, അതായത് ഈ നായ്ക്കളെ വന്ധ്യകരണം ചെയ്യുവാൻ വേണ്ടി എന്നുള്ളത്. അതിന് കുറേ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. അത് ഓരോന്നും എടുത്തു പറഞ്ഞാൽ നമുക്ക് തന്നെ മൂക്കത്ത് വിരൽ വെക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും തിരുവനന്തപുരം നഗരസഭയുടെ വന്ധ്യകരണ കേന്ദ്രത്തിൽ ഒരു മാസം 100-ലധികം നായ്ക്കളെ വന്ധ്യകരണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന കണക്ക്. പക്ഷേ അത് പോരാ എന്നുള്ളതാണ്. കാരണം ഏകദേശം 8600 നായ്ക്കൾ 2023 ഉണ്ടെങ്കിൽ അതിന് എത്രയോ മടങ്ങ് 2024 വന്നിരിക്കണം. നേരത്തെ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വന്ധ്യകരണം ചെയ്ത നായ്ക്കളുടെ ചെവി ത്രികോണാകൃതിയിൽ കട്ട് ചെയ്ത് വിടുന്ന ഒരു സാഹചര്യം. പക്ഷേ തിരുവനന്തപുരം നഗരപരിസരത്ത് നമ്മൾ സഞ്ചരിച്ചാൽ അങ്ങനെയുള്ള നായ്ക്കളെ കാണാൻ കഴിയും. പക്ഷേ അതിന് 10 ഇരട്ടിയായിട്ട് വന്ധ്യകരണം ചെയ്യാത്ത നായ്ക്കളെയും കാണാം. അതായത് വന്ധ്യകരണം നടക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തിൽ തെരുവുനായ വിഷയമുണ്ടെന്ന് നഗരസഭയെ അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് വാഹനവുമായി, നമ്മൾ ഈ വിഷ്വൽ കാണിക്കുന്നുണ്ട് ആ വാഹനവുമായി പ്രദേശത്തെത്തും, ഓടിച്ചിട്ട് നായ്ക്കളെ പിടികൂടിയതിനു ശേഷം പേട്ടയിലെ വന്ധ്യകരണ സെന്ററിൽ എത്തിക്കും, വന്ധ്യകരണം നടത്തും. അതിനുശേഷം 6-7 ദിവസം അതിന് വിദഗ്ധ ചികിത്സ നൽകി എല്ലാ രീതിയിലുള്ള സംവിധാനവും ഒരുക്കി അതിനെ ഈ പിടിച്ച, അതായത് ഈ എവിടെ നിന്നാണോ പിടിക്കുന്ന ആ സ്ഥലത്ത് തന്നെ തിരികെ കൊണ്ടാക്കുന്നു. ഇതാണ് ഇതിലെ വന്ധ്യകരണവുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം നഗരസഭ ചെയ്യുന്നത്. എന്തായാലും തിരുവനന്തപുരം നഗരസഭ ഏകദേശം 2 കോടിയിലധികം കഴിഞ്ഞ വർഷം വരെയുള്ള കണക്കനുസരിച്ച് വന്ധ്യംകരണം പകുതി പോലും പിന്നിട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്.